സജിത്ത്, എന്തായാലും മലയാളികളെ സംബന്ധിച്ചും ഏറെ ദുഃഖകരമായ വാർത്തയായിരുന്നു ഇന്നലെ നമ്മൾ കേട്ടത്. ഒരു മലയാളി കൂടി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം. ഇന്ന് വൈകിട്ടോടുകൂടി മൃതദേഹം എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം നിരവധി മലയാളികൾ ഈ കശ്മീരിൽ ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. അതിൽ ജനപ്രതിനിധികളുണ്ട്, ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്, അങ്ങനെ വിവിധ മേഖലയിലുള്ളവർ ഒക്കെ ഈ കശ്മീരിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ സജിത്ത്? തീർച്ചയായും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. നേരത്തെ തന്നെ ഷെഡ്യൂൾ നിശ്ചയിച്ച് ആ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ആ ബന്ധുക്കളെയും എത്തിക്കും. കുടുങ്ങിക്കിടക്കുന്ന മറ്റ് വിനോദസഞ്ചാരികളെയും മറ്റുള്ളവരെയും നാട്ടിലെത്തിക്കുന്നതിനും ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിമാന കമ്പനികളോട് പ്രത്യേക സംവിധാനം ഒരുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. ഒപ്പം തന്നെ ഈ ടിക്കറ്റുകൾ റദ്ദ് ചെയ്യപ്പെട്ടെങ്കിൽ ആ പൈസ പൂർണ്ണമായി തിരികെ കൊടുക്കണം എന്ന ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ മതിയായ വിമാന യാത്രാ സൗകര്യങ്ങളില്ല. കാരണം കശ്മീരിൽ നിന്നും മടങ്ങിയെത്താൻ ഏറ്റവും ഫലപ്രദമായ വഴി വിമാന സർവീസ് തന്നെയാണ്. പക്ഷേ മതിയായ വിമാന സർവീസുകളില്ല എന്നൊരു പ്രശ്നം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കാലാവസ്ഥ അങ്ങേയറ്റം ദുഷ്കരമായൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ടുകൂടി തന്നെ അത്തരം ചില ആശങ്കകളുണ്ട്. പക്ഷേ അവർ തങ്ങുന്ന ഇടങ്ങളിൽ അവർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുണ്ട്. നമ്മളോട് ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം സംസാരിച്ച പല മലയാളികളുമായി നമ്മൾ സംസാരിച്ചു. പക്ഷേ എല്ലാവരും സുരക്ഷിത ഇടങ്ങളിൽ തന്നെയാണ്. അവർക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ കൂടിയും എല്ലാവരും സുരക്ഷിത ഇടങ്ങളിൽ തന്നെയാണ്. ഹോട്ടലുകളിലാണ് തങ്ങുന്നതെങ്കിലും ആ ഹോട്ടലുകളിൽ നിന്നും മതിയായ സൗകര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ അവർ തന്നെ വ്യക്തമാക്കുന്ന കാര്യം. അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും എല്ലാവരെയും നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. ഒപ്പം സംസ്ഥാനത്ത് നോർക്ക റൂട്ട്സും ഏതെങ്കിലും മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളും മറ്റും നൽകിക്കൊണ്ടുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഏറെ ദുഃഖകരമായൊരു കാര്യം ഒരു മലയാളിയുടെ മരണവാർത്തയാണ്. മറ്റൊരു കേരള ബന്ധമുള്ളത് നേവി ഉദ്യോഗസ്ഥനാണ്. കൊച്ചിയിൽ ജോലി ചെയ്തിരുന്ന നേവി ഉദ്യോഗസ്ഥൻ്റെ മരണവാർത്ത കൂടിയാണ്. ഹരിയാന സ്വദേശി വിനയ്, അദ്ദേഹത്തിൻ്റെ മരണവാർത്ത. കാരണം ദിവസങ്ങൾക്ക് മുമ്പാണ് വിവാഹം അദ്ദേഹം കഴിഞ്ഞത്. അതിനുശേഷം ഹണിമൂൺ ആഘോഷത്തിന് വേണ്ടി കശ്മീരിലേക്ക് പോയപ്പോഴാണ് ഈ ദുരന്തം അദ്ദേഹത്തെയും തേടിയെത്തിയത് എന്ന വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് രണ്ട് മരണവും ഏറെ പ്രധാനപ്പെട്ടതാണ്. മൊത്തത്തിലുള്ള ദുരന്തം നമുക്ക് ഏറെ വേദന നൽകുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചാണ് രാമചന്ദ്രൻ്റെയും ഒപ്പം തന്നെ ഈ നേവി ഉദ്യോഗസ്ഥൻ്റെയും മരണവാർത്ത കൂടി കേരളത്തിൽ കേൾക്കേണ്ടി വന്നു എന്നത്. സജിത്ത്, ഇതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് നീങ്ങുന്നത്? കാരണം ഇത് ഈ സംഘടനയെ കേന്ദ്രീകരിച്ച് തീവ്രവാദ സംഘടനയിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ട്. 3 പേരുടെ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും ഈ പ്രകോപനത്തിന്, പെട്ടെന്ന് ഉള്ള ഒരു ആക്രമണത്തിന് കാരണം എന്താകാമെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഒരു വിലയിരുത്തൽ? കാരണം കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവി കശ്മീർ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണെന്ന രീതിയിലൊരു പരാമർശം നടത്തുന്നു. ഇതൊക്കെ ഈ ഒരു ആക്രമണത്തിന് കാരണമായി കാണുമോ? ഇതിന് ടോം സൂചിപ്പിച്ചതുപോലെ ഈ ആക്രമണത്തിന് ഒരു അന്താരാഷ്ട്ര മാനം കൂടി കൈവരുന്നു എന്ന പ്രത്യേകതയുണ്ട്. കാരണം അതിന് പല സാധ്യതകൾ ഈ മേഖലയിലുള്ള വിദഗ്ധരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതിലൊന്ന് ഈ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ നടക്കുന്ന വിഘടനവാദ നീക്കങ്ങളാണ്. ഈ വിഘടനവാദികൾക്ക്, പാകിസ്ഥാനെ ഏറ്റവും വലിയ ആഭ്യന്തര കുഴപ്പത്തിലാക്കിയ ഈ വിഘടനവാദ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ പിന്തുണയുണ്ട് ഈ വിഘടനവാദികൾക്ക് എന്നൊരു ആക്ഷേപം പാകിസ്ഥാനിലുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരു തിരിച്ചടിയാണ് പാകിസ്ഥാൻ നൽകിയത്, പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ നൽകിയത് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം ശക്തമായി നടക്കുന്നുണ്ട്. അത്തരമൊരു സാധ്യത, അങ്ങനെയെങ്കിൽ അതിൽ കൂടുതൽ അന്താരാഷ്ട്ര മാനം കൈവരികയും ചെയ്യും. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രത്യേകതയുമുണ്ട്. മറ്റൊന്ന്, ദീർഘനാളുകളായി പാകിസ്ഥാൻ ഇന്ത്യയുടെ കൈവശമുള്ള ഭൂമിയിൽ നടത്തുന്ന അവകാശവാദങ്ങളാണ്. പല വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി തർക്കഭൂമിയായി നിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ മറ്റൊരു നീക്കം നടത്തി എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. അത്തരമൊരു സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഈ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രിയും മറ്റും നടത്തിയ പ്രസ്താവനകൾ കൂടുതൽ പ്രസക്തമാവുന്നത്. ഒപ്പം ഇന്ന് പ്രകോപനപരമായൊരു നീക്കവും കൂടി പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം
ഇന്ത്യയുടെ മണിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളുണ്ട്. ആ സംഘർഷങ്ങളുടെ പ്രതിഫലനമാണോ ഇത് എന്ന സൂചന പങ്കുവയ്ക്കുന്ന ചില പ്രസ്താവനകളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ പ്രകോപനപരമാണ്. ഒപ്പം പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്ന മറുവാദം കൂടി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാനിലേക്ക് ആരോപണം എത്തും മുമ്പ് തന്നെ പ്രതിരോധമുയർത്താനുള്ള തന്ത്രം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ എന്തൊക്കെയോ സംശയിക്കാനില്ലേ എന്ന സൂചനകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിലും പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അവിടുത്തെ സൈന്യത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പിന്തുണ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ കൃത്യമാണ്. നമ്മൾ മുൻകാലം അന്താരാഷ്ട്ര വേദികൾ ഇന്ത്യ അത് ഉന്നയിച്ച് വിജയിപ്പിച്ച് ആ വാദം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും അത്തരമൊരു നീക്കം നടത്തി എന്ന സംശയം ബലവത്തായി വരികയാണ്. പക്ഷേ ഇന്ത്യ ഇതിൽ ഔദ്യോഗികമായൊരു നിലപാട് ഇതുവരെയും എടുത്തിട്ടില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ സുരക്ഷാ കൗൺസിൽ യോഗത്തിന് ശേഷം ഒരുപക്ഷെ ഔദ്യോഗികമായൊരു നിലപാട് ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച നീക്കങ്ങളും ഉണ്ടായേക്കാം. എന്തായാലും ഇതിൻ്റെ തെളിവുകൾ ശേഖരിക്കുക വളരെ പ്രധാനമാണ്. കാരണം അന്താരാഷ്ട്ര വേദിയിലും മറ്റും ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടണമെങ്കിൽ തെളിവുകൾ ശേഖരിക്കണം. അങ്ങനെയെങ്കിൽ ഈ തീവ്രവാദി ഗ്രൂപ്പുകളുടെ ബന്ധവും നീക്കവും ഇവരുടെ ആസൂത്രണവും അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള നീക്കത്തിലേക്ക് തന്നെയായിരിക്കാം ഇന്ത്യ കടക്കുക. വ്യക്തമാണ്. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിലാണ്, കനത്ത സുരക്ഷയിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ കശ്മീരിലുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉന്നതതല യോഗം, ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗവും ചേരുന്നുണ്ട്.